ഹായ്, ഇന്ന് ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്കൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉറക്കം. നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു ദിവസം ഉറങ്ങാൻ സാധിച്ചാൽ നമ്മളുടെ പിറ്റേ ദിവസം നല്ല ഉന്മേഷം നിറഞ്ഞ ദിവസം തന്നെയായിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, നമ്മളുടെ നേരത്തെ ഉള്ള ഫുഡിങ്ങും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് വെളിച്ചത്തിരിക്കാതിരിക്കുന്നതൊക്കെ അതിന് അത്യാവശ്യമാണ്. നമ്മളെ സൂര്യൻ അസ്തമിച്ച സമയത്ത് മെലാറ്റോണിൻ എന്ന ഗ്രന്ഥി ഉറക്കത്തെ ഹോർമോൺ പിനേൽ എന്ന ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുന്നത്. അതിന് ആ സമയത്ത് നമ്മൾ ഡാർക്കായിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഉറങ്ങാൻ തോന്നില്ല. ആ ഉറക്കത്തിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ മുന്നെങ്കിലൊക്കെ നമ്മളെ സ്ക്രീനൊക്കെ ഒഴിവാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കും. ആ ഉറക്കം നല്ല ഗാഢമായ ഉറങ്ങി നമ്മൾക്ക് ഉള്ള ബ്രെയിൻ പെട്ടെന്ന് തന്നെ ഒരു സെറോട്ടോണിൻ എന്ന ഹോർമോൺ നമ്മൾ ഉണർത്താൻ സാധിക്കുന്ന ഒരു ഹോർമോൺ. അപ്പം സമയം കഴിയുമ്പോൾ അത് കറക്റ്റ് സമയത്ത് നമ്മളെ വിളിച്ചുണർത്താൻ ഈ ഹോർമോൺ ഉപയോഗിക്കുന്നു. അതിന് ശേഷം നമ്മളുടെ പലർക്കും സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ കോർട്ടിസോള് വളരെ അധികം കൂടുകയാണ്. അപ്പോൾ അത് ആ ഹോർമോൺ കൂടുന്നതിന് മൂലം നമ്മൾക്ക് ഉറക്കം വളരെ തടസ്സപ്പെടും. സ്ട്രെസ് നമ്മൾക്ക് ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഹോർമോണ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 ഹോർമോൺസ് ആണ് നമ്മൾ അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണം. നമ്മളെ ഉറക്കം നല്ലതാണെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം നമ്മൾ ഊർജ്ജസ്വലമായി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മളെ ഉറക്കം അത്ര അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വല്ലാണ്ടുള്ള സ്ക്രീന്